ഒരു സങ്കീർത്തനം പോലെ നോവൽ. രചന പെരുമ്പടവം ശ്രീധരൻ. ശബ്ദം നൽകുന്നത് രാജീവ് നായർ. പ്രൊഡക്ഷൻ കോപ്പിറൈറ്റ് സ്റ്റോറിറ്റെൽ ആൻഡ് DC ബുക്സ് 2021, എ DC ബുക്സ് പ്രൊഡക്ഷൻ. അധ്യായം 1. ചുമരിലെ പഴയ നാഴികമണി 7 അടിക്കുന്നത് കേട്ട് ദസ്തയേവ്സ്കി ഞെട്ടി ഉണർന്നു. നോക്കുമ്പോൾ ജനാലയ്ക്ക് മുകളിലെ വിവിധ നിറങ്ങളിലുള്ള ചില്ലുകളിലൂടെ ഇളവയിലകത്തേക്കു ചാഞ്ഞു വീഴുന്നു. ഇന്നത്രയ്ക്ക് മഞ്ഞും തണുപ്പുമില്ലെന്ന് തോന്നുന്നു. പുറത്ത് തെരുവിലൂടെ ഒരു കുതിരവണ്ടി പോകുന്നതിന്റെ ഒച്ച കേൾക്കാം. നെറ്റിക്ക് മുകളിൽ വലതുകൈ മടക്കിവെച്ച് ദസ്തയേവ്സ്കി പിന്നെയും എന്തൊക്കെയോ ഓർത്തുകൊണ്ട് കിടന്നു. ഓർമ്മകൾക്കൊന്നിനും അടുക്കും ചിട്ടയുമില്ല. അല്ലെങ്കിൽ ഒന്നും വ്യക്തമായി ഓർക്കാൻ കഴിയുന്നില്ല. ഇരുണ്ട ഒരു മഹാശൂന്യതയിലെന്ന പോലെയാണ് മനസ്സ്. ചൂതുകളി കേന്ദ്രത്തിൽ നിന്ന് ഇന്നലെ രാത്രി എപ്പോഴാണ് പോന്നത്? എപ്പോഴാണ് വീട്ടിലെത്തിയത്? ആരാണ് കൂടെ ഉണ്ടായിരുന്നത്? വ്യക്തമായി ഓർക്കാൻ കഴിയുന്നത് വഴിവക്കിലെ ആ മദ്യഷാപ്പ് മാത്രമാണ്. അവിടെ എത്തുമ്പോൾ രാത്രി 1:30 കഴിഞ്ഞിരുന്നു. മങ്ങിയ വെളിച്ചം കണ്ടാണ് അവിടെ കയറിയത്. 4-5 പേരെ അന്നേരം അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ആരെയും പരിചയമുള്ളതായി തോന്നിയില്ല. മങ്ങിയ വെളിച്ചത്തിൽ അവരുടെ മുഖം തെളിഞ്ഞു കാണാമായിരുന്നില്ല. മദ്യഷാപ്പുകാരൻ ഏതാണ്ട് പാതി മയക്കത്തിലായിരുന്നു. എന്നിട്ടും തന്റെ സാന്നിധ്യം അയാൾ അറിഞ്ഞു. ഈ അർദ്ധരാത്രിക്ക് കടം പറയാനാണോ വന്നിരിക്കുന്നതെന്ന് ചോദിക്കുന്ന ഭാവത്തിൽ അയാൾ ഒരു നിമിഷം മിഴിച്ചു നോക്കി. കോട്ടിന്റെ പോക്കറ്റിൽ ബാക്കിയുണ്ടായിരുന്ന റൂബിൾ എടുത്ത് അയാളുടെ മേശപ്പുറത്ത് ശബ്ദമുണ്ടാക്കി വെച്ചു. എന്നിട്ടും വിശ്വാസം വരാത്ത ഒരു മട്ടായിരുന്നു അയാൾക്ക്. താനെന്താ ഇങ്ങനെ മിഴിച്ചു നോക്കുന്നതെന്ന് ചോദിക്കാൻ ഓർത്തതാണ്. പക്ഷേ അതിനു പകരം എനിക്ക് പോകാൻ ധൃതിയുണ്ടെന്നാണ് പറഞ്ഞത്. അയാൾ എഴുന്നേറ്റുപോയി ഒരു കുപ്പി കോണിയാക്ക് എടുത്തുകൊണ്ടുവന്നു. എന്നെങ്കിലും എവിടെയെങ്കിലും വെച്ച് കണ്ട ഭാവമേ അയാൾ കാണിക്കുന്നില്ല. കുടി കഴിഞ്ഞ് എത്രയും വേഗം പൊയ്ക്കൊള്ളണം എന്നു പറയാൻ അയാൾ ആലോചിക്കുന്നുണ്ടെന്ന് തോന്നി. അയാളുടെ അടുത്തുതന്നെ ഇരുന്നാണ് കുടിച്ചത്. ഇടയ്ക്ക് അയാളോടൊരു സിഗരറ്റ് ചോദിച്ചു. യാതൊരു ഭാവഭേദവും കൂടാതെ ഇല്ലെന്ന് അയാൾ തലയനക്കി. അപ്പോൾ മൂലയോട് ചേർന്നിരുന്ന ഒരാൾ എഴുന്നേറ്റ് അടുത്തുവന്ന് ഒരു സിഗരറ്റ് നീട്ടി. പരുക്കൻ പുകയില കൊണ്ടുണ്ടാക്കിയ സിഗരറ്റായിരുന്നു അത്. അപരിചിതനായ ആ സ്നേഹിതൻ തന്നെ അത് കത്തിച്ചു തന്നു. ആരായിരുന്നു ആ അപരിചിതൻ? ഓർക്കുന്നില്ല. അതിനു മുമ്പ് എവിടെയെങ്കിലും വെച്ച് കണ്ടതായും ഓർക്കുന്നില്ല. ഇനി എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ താൻ അയാളെ തിരിച്ചറിയുമോ? പിന്നെ ഓർമ്മയിൽ തെളിഞ്ഞു വരുന്നത് വിജനമായ ഒരു വഴിയാണ്. ചാരനിറം പൂണ്ടുകിടക്കുന്ന ആകാശത്തിനു കീഴിൽ മങ്ങിയ നിലാവിലൊരു വിസ്മൃതിയിലെന്ന പോലെ തനിയെ നടക്കുമ്പോൾ എവിടെ നിന്ന് പുറപ്പെട്ടു, എങ്ങോട്ടു പോകുന്നു എന്നൊന്നും ഓർമ്മയുണ്ടായിരുന്നില്ല. ആ വഴി ഏതെന്നുപോലും ഇപ്പോൾ സംശയം തോന്നുന്നു. സ്വപ്നസദൃശമായ ഒരു അനുഭവം എന്നു വേണമെങ്കിൽ പറയാം. അതെ, അതങ്ങനെ തന്നെയാണ്. ഇന്നലെ രാത്രിയിൽ താൻ നടന്ന ആ വിജനമായ വഴി സെന്റ് പീറ്റേഴ്സ്ബർഗിലെ ഏതെങ്കിലും വഴിയാണെന്ന് തോന്നുന്നില്ല. ഓർത്തു നോക്കുമ്പോൾ അത് ഇന്നലത്തെ രാത്രിയാണെന്നും തോന്നുന്നില്ല. ഏതോ ഒരു രാത്രി, ഏതോ ഒരു വഴി, ഏതോ ഒരു കാലം. കാലത്തിലൂടെ തിരിഞ്ഞു നടക്കുകയായിരുന്നു. ആദിമയുഗങ്ങളിലേക്ക്. ഇളം നിലാവിനൊത്ത വെളിച്ചവും നിശബ്ദതയും കെട്ടിക്കിടക്കുന്ന ആ വഴിക്കൊരു ഗ്രാമീണ ഭംഗിയുണ്ടായിരുന്നു. കുറെ ദൂരം ചെന്നപ്പോൾ തോന്നി അത് ജെറുസലേമിലേക്കുള്ള വഴിയാണെന്ന്. യുഗദൈർഘ്യങ്ങൾക്കിടയിൽ എവിടെയോ എത്തിയപ്പോഴാണ് കോണിപ്പടികളിൽ ആരോ മുകളിലേക്കു കയറി വരുന്നതിന്റെ കാലൊച്ച കേട്ടത്. ആരാണത്? നിമിഷങ്ങൾക്കുള്ളിൽ വാതിലിൽ മുട്ടുന്നത് കേട്ടു. ദസ്തയേവ്സ്കി എഴുന്നേറ്റു ചെന്ന് കതകു തുറന്നു നോക്കുമ്പോൾ ഫെദോസിയയാണ്. കിഴവിയുടെ കണ്ണുകളിൽ സ്നേഹവും Sample complete.
Ready to continue?